ജപ്തി ഭീഷണി നേരിട്ട വയോധികയ്ക്കും കുടുംബത്തിനും കൈത്താങ്ങായി 24 വാർത്ത. ശ്രീമൂലനഗരം തെറ്റയിൽ വീട്ടിൽ മേരിയുടെ കടബാധ്യത ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഏറ്റെടുത്തു. പണം ഉടൻ ബാങ്കിന് കൈമാറുമെന്ന് ലുലു ഗ്രൂപ്പ് PRO സ്വരാജ് 24നോട് പറഞ്ഞു. ചികിത്സാ ചെലവിനായി വീട് പണയം വെച്ച് വായ്പയെടുത്ത വൃദ്ധയും കുടുംബവും ജപ്തി ഭീഷണിയിൽ. ശ്രീമൂലനഗരം തെറ്റയിൽ വീട്ടിൽ മേരിയാണ് പെരുവഴിയിലേക്ക് ഇറങ്ങണമെന്ന ആശങ്കയിൽ കഴിയുന്നത്. മേരിയെ ഇടിച്ചിട്ട വാഹനം നഷ്ടപരിഹാരം പോലും നൽകാതെ കടന്നു കളഞ്ഞതാണ് കുടുംബത്തെ കടക്കണിയിലാഴ്ത്തിയത്. ഒന്നര കൊല്ലം ജോലി ഇല്ലാതെയായി. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ അടയ്ക്കണേ? അങ്ങനെയുള്ള ഇതിൽ തന്നു. എന്ന് പറഞ്ഞ് ഇവനൊരാൾ പോയിട്ടല്ലേ വേണ്ട, അവന് 2 പിള്ളേരല്ലേ, 2 പഠിക്കണം. അവർക്കുടെ കാര്യം നോക്കുമ്പോൾ പിന്നെ നമ്മുടെ കാര്യം കൂടി നമ്മളെന്തെങ്കിലും ചെറുതായിട്ട് ഈ തൊഴിലുറപ്പിന് ഇവിടെയൊക്കെ പണി അകലേക്കൊന്നും എനിക്ക് നടക്കാൻ പറ്റൂലല്ലോ. ജപ്തി നോട്ടീസ് വന്നത് കഴിഞ്ഞ മാസം. ചികിത്സാ ചെലവിനായി വീട് പണയം വെച്ച് വായ്പയെടുത്ത വയോധികയും കുടുംബവും ജപ്തി ഭീഷണി നേരിടുന്നു എന്ന വിവരം വിമൻസ് ഈവനിങ്ങിലാണ് 24 പുറത്തുവിട്ടത്. 2,80,000 രൂപയായിരുന്നു തിരിച്ചടക്കേണ്ട തുക. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി മേരിയുടെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാമെന്ന് ഉറപ്പ് നൽകി. യൂസഫ് അലി സാർ ഈ വാർത്ത കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് എന്നെ അറിയിച്ച് ഉടനെ ബാങ്ക് അധികൃതരെ വിളിച്ചറിയിച്ചു. തുക നമ്മൾ അടയ്ക്കാമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. 2012 പള്ളിയിലേക്ക് പോകുന്ന വഴി മേരിയെ വാഹനമിടിച്ചത്. വാഹനം ഓടിച്ചവർ ആശുപത്രി ചെലവ് പോലും നോക്കാതെ കടന്നുകളഞ്ഞു. അടിയന്തര ശസ്ത്രക്രിയക്ക് വേണ്ടിയാണ് വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ആധാരം പണയപ്പെടുത്തി 1 ലക്ഷം രൂപ വായ്പയെടുത്തത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നത്. പോകാൻ മറ്റിടങ്ങളില്ലാത്ത വയോധികക്കും കുടുംബത്തിനുമാണ് 24 വാർത്ത തുണയായത്. വിഷ്ണു കച്ചേരിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി.